ഹലോ ക്രിക്മേറ്റ്സ്. അങ്ങനെ ക്രിക്മേറ്റിൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ എല്ലാവരും നന്നായി ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. ഈ വർഷം ഇന്ത്യയുടെ ആദ്യ മത്സരം വരുന്നത് ന്യൂസിലാൻഡുമായിട്ടാണ്. 3 വൺ ഡേയ്സും 5 T20 മത്സരങ്ങളുമാണ് ഈ ഒരു സീരീസിൽ ഉള്ളത്. 2020 വേൾഡ് കപ്പിനുമുള്ള ഇന്ത്യയുടെ അവസാന ഒരു പരമ്പര കൂടിയാണ് ന്യൂസിലാൻഡുമായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കൊക്കെ വരാം. നിങ്ങൾ ഈ ചാനലൊന്ന് കാണുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമുക്ക് ഇനി കൂടുതൽ എൻഗേജിങ് ആക്കുന്ന രീതിയിൽ നമുക്ക് വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൂടിയേ തരും. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയിൽ ദക്ഷിണാഫ്രിക്കയോട് ടെസ്റ്റ് വരുമ്പോൾ തോറ്റെങ്കിലും ഏകദിനത്തിലും T20യും തടപറ്റിച്ചാണ് ഇന്ത്യയുടെ വരവ്. അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസിനെ സ്വന്തം നാട്ടിൽ ആധികാരികമായി തകർത്താണ് ന്യൂസിലാൻഡിൻ്റെ ഇന്ത്യയിലേക്കുള്ള വരവ്. 3 ODIസും 5 T20സുമാണ് ഇന്ത്യ ന്യൂസിലാൻഡും തമ്മിലുള്ള ഈ പരമ്പരയിൽ അടങ്ങിയിട്ടുള്ളത്. അതിൽ ആദ്യ ODI മത്സരം വന്നത് ജനുവരി 11 വഡോദരയിലാണ് ആദ്യത്തെ ODI മത്സരം. പിന്നെ രണ്ടാം ODI വരുന്നത് 14 രാജ്കോട്ടിലാണ് രണ്ടാം ODI വരുന്നത്. മൂന്നാം ഏകദിനം വരുന്നത് 18 ഇൻഡോറിലാണ് മൂന്നാം ഏകദിന മത്സരം. അപ്പോൾ ഈ 3 ഏകദിനത്തിലും തീർച്ചയായും വിരാട് കോഹ്ലി, രോഹിത് എന്തായാലും ഉണ്ടാകുന്ന ഉറപ്പാണ്. നല്ലൊരു മത്സരം കാണുമെന്ന് തന്നെ വിചാരിക്കുന്നു. നമുക്ക് ODI സ്കോഡ് ഇരു ടീമുകളുടെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യയുടെ ODI സ്കോഡ് നോക്കുകയെന്ന് വെച്ചാൽ വലിയ അപ്രതീക്ഷിതമായ നീക്കങ്ങളൊന്നുമില്ല. കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കൻ ODIയിൽ കളിച്ച ഋതുരാജ് ഗെയ്ക്വാദ് ടീമിലില്ല. കാരണം ഋതുരാജ് ഗെയ്ക്വാദ് ആ ഒരു ലാസ്റ്റ് മാച്ചിൽ സെഞ്ചുറിയൊക്കെ ആയിരുന്നു ടീമിലുണ്ടാകുന്ന തന്നെ പ്രതീക്ഷിച്ചു. പക്ഷേ ടീമിലില്ല. അപ്പോൾ നമുക്ക് ടീം ആരൊക്കെയാണ് ഇന്ത്യൻ ODI സ്കോഡിലുള്ളതെന്ന് നോക്കാം. ബാറ്റേഴ്സായിട്ട് വരുന്നത് ശുഭ്മാൻ ഗില്ലാണ്. ശുഭ്മാൻ ഗിൽ തന്നെയാണ് ക്യാപ്റ്റൻ. അതുപോലെ തന്നെ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ പരിക്കൊക്കെ മാറി ആൾ ഫിറ്റ്നസ് തെളിയിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആളുടെ ഫിറ്റ്നസ് അവൈലബിലിറ്റി അനുസരിച്ച് അദ്ദേഹം കളിക്കുള്ളൂ. പിന്നാലെ യശസ്വി ജയ്സ്വാൾ ഉണ്ടായിരുന്നു. ഓൾറൗണ്ടേഴ്സ് വരുന്നത് നിതീഷ് കുമാർ റെഡ്ഡി, വാഷിംഗ്ടൺ സുന്ദർ, രവീന്ദ്ര ജഡേജ എന്നിവരാണ്. വിക്കറ്റ് കീപ്പേഴ്സായിട്ട് KL രാഹുലും ഋഷഭ് പന്തുണ്ട്. ബോളേഴ്സായി വരുന്നത് മുഹമ്മദ് സിറാജ്, ഹർഷിത് റാണ, പ്രസിദ്ധ് കൃഷ്ണ, കുൽദീപ് യാദവ്, ഹർഷ്ദീപ് സിംഗ് എന്നിവരാണ്. ജസ്പ്രീത് ബുംറയ്ക്കും ഹാർദിക് പാണ്ഡ്യയ്ക്കും വിശ്രമം അനുവദിച്ചാണ് അവർക്ക് T20യിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിരിക്കും അങ്ങനെ ഒരു ഇത് കൊടുത്തത്. അവന് ന്യൂസിലാൻഡിൻ്റെ ODI സ്കോഡിലേക്ക് വരുന്നത് ബാറ്റേഴ്സ് തന്നെ ഹെൻറി നിക്കോൾസ്, വില്യങ്ങും. ഓൾറൗണ്ടേഴ്സായിട്ട് മൈക്കൽ ബ്രേസ്വെല്ലാണ് ന്യൂസിലാൻഡ് ക്യാപ്റ്റനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ജോർജ് ക്ലാക്സൺ, നിക് കെല്ലി, ഡാരിയൽ മിച്ചൽ, ഗ്ലെൻ ഫിലിപ്സ്, സക്കാരി ഫോക്സ്, ജേഡൻ ലിനോക്സ് എന്നിവരാണ്. വിക്കറ്റ് കീപ്പേഴ്സായിട്ട് വരുന്നത് ഡെവൻ കോൺവേ, മിച്ചൽ ഹെയ് ഒക്കെ കൂടുതലും പുതിയ കളിക്കാരാണ് ODI. കാരണം 2027 വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് നല്ലൊരു ടീം സെറ്റാക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയായിരിക്കും. കാരണം ഇതിലിപ്പോൾ ഹെൻറി നിക്കോൾസ്, വില്യങ്, അതുപോലെ തന്നെ മൈക്കൽ ബ്രേസ്വെല്ലൊക്കെ ഞങ്ങൾക്ക്, പിന്നെ അതുപോലെ തന്നെ ഡാരി മിച്ചൽ, ഗ്ലെൻ ഫിലിപ്സ് എന്നിവരൊക്കെയാണ് നമ്മൾ കേട്ടുള്ളൂ. വിക്കറ്റ് കീപ്പേഴ്സായിട്ട് ഡെവൻ കോൺവേ ഉണ്ട്. നമുക്കറിയാം ഡെവൻ കോൺവേ ഈ പ്രാവശ്യം IPLലും എടുത്തില്ല. അദ്ദേഹം വൺ ഡേയ്സിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്ന് വിചാരിക്കും. അതുപോലെ മിച്ചൽ ഹേ വിക്കറ്റ് കീപ്പർ പുതിയ കളിക്കാരനാണ്. ബോളേഴ്സായിട്ട് ആദിത്യ അശോക്, ക്രിസ്റ്റ്യൻ ക്ലാർക്ക്, കൈൽ ജാമിൻസൺ ഉണ്ട്. അതുപോലെ മൈക്കൽ റേ എന്നിവരാണ് ന്യൂസിലാൻഡിൻ്റെ ODI സ്കോഡിൽ വരുന്ന ടീം. ജനുവരി 21 മുതലാണ് T20 മത്സരങ്ങൾ ആരംഭിക്കുന്നത്. 5 മത്സരങ്ങളാണ് ഈ T20 പരമ്പരയിലുള്ളത്. അതിൽ ആദ്യത്തെ മത്സരം വരുന്നത് നാഗ്പൂരിലാണ്. രണ്ടാം T20 ജനുവരി 23 വരുന്നത് റായ്പൂരിലും. മൂന്നാം T20 ജനുവരി 25 ഗുവാഹത്തിയിലുമാണ്. നാലാം T20 ജനുവരി 28 വിശാഖപട്ടണം. അഞ്ചാം T20 വരുന്നത് നമ്മുടെ തിരുവനന്തപുരത്താണ്. അത് ജനുവരി 31 അന്ന് നമ്മുടെ സഞ്ജു സാംസൻ്റെ നല്ലൊരു ഇന്നിങ്സ് കാണാമെന്ന് വിചാരിക്കുന്നു. ഇന്ത്യൻ T20 സ്കോഡിൽ സഞ്ജു സാംസൺ ഇടം പിടിച്ചിട്ടുണ്ട്. ശുഭ്മാൻ ഗില്ലിനെ അടുത്ത് പുറത്താക്കി, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ബാറ്റേഴ്സായിട്ട് വരുന്നത് സൂര്യകുമാർ യാദവും, റിങ്കു സിംഗും, തിലക് വർമ്മയാണ്. ഓൾറൗണ്ടേഴ്സായിട്ട് അഭിഷേക് ശർമ്മ ഉണ്ട്, ശിവൻ ദൂബെ ഉണ്ട്, ഹാർദിക് പാണ്ഡ്യ ഉണ്ട്, അക്സർ പട്ടേൽ ഉണ്ട്, വാഷിംഗ്ടൺ സുന്ദർ ഉണ്ട്. അതുപോലെ വിക്കറ്റ് കീപ്പേഴ്സായിട്ട് ഇഷാൻ കിഷനും സഞ്ജു സാംസണാണുള്ളത്. ഇഷാൻ കിഷൻ നല്ലൊരു ഗ്യാപ്പിന് ശേഷമാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര മത്സരങ്ങളിലെ പ്രകടനമാണ് തിരിച്ച് ഇന്ത്യൻ ടീമിലേക്ക് വീണ്ടും പരിഗണിച്ചത്. ഇഷാൻ കിഷൻ എന്ന് വെച്ചാൽ നല്ലൊരു ബാറ്റർ തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അദ്ദേഹം ഇടയ്ക്ക് എന്തോ ഒരു BCCI ഇഷ്യൂ ആയിട്ട് അങ്ങനെ പോയതായിരിക്കും. അല്ലാതെ ഫോം ഔട്ടായ ഒരു പ്ലെയറൊന്നുമല്ല ഇഷാൻ കിഷൻ.
അതുപോലെ തന്നെ ബൗളേഴ്സായി വരുന്നത് ഹർഷദീപ് സിംഗും ജസ്പ്രീത് ബുംറ, ഹർഷിത് റാണ, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി എന്നിവരുമാണ്. അപ്പോൾ T20 വേൾഡ് കപ്പിന് മുമ്പായിട്ട് ഇന്ത്യൻ ടീം നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച് വേൾഡ് കപ്പിന് നന്നായി ഒരുങ്ങാനുള്ള ആത്മവിശ്വാസം അവർക്കുണ്ടാകട്ടെ. അതുപോലെ നമുക്കും നല്ലൊരു തുടക്കമാവട്ടെ ഈ വർഷത്തിൽ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനിയും നന്നായി വീഡിയോ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ.